നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഇവിടെ കാല് നീട്ടി സുഖിച്ചങ്ങി ഇരിക്കുവാണോ? ഞാൻ പിന്നെ എന്ത് വേണം? വാതിൽ തുറന്ന സമയത്ത് നീ എന്താ വിളിക്കാതിരുന്നേ? കാല് വയ്യാത്ത ഞാൻ എങ്ങനെ പെട്ടെന്ന് വിളിക്കാനാ? ആരെങ്കിലും ഒന്ന് പിടിച്ചാലേ നടക്കാൻ പോലും പറ്റൂ. ആ സഹായം നീ ഞങ്ങളെന്ന് പ്രതീക്ഷിക്കണ്ട. തനിയെ നടക്ക്, എന്നാലേ കാല് ശരിയാവൂ. അല്ല, എന്റെ കോഫി എവിടെ? രാവിലെ എഴുന്നേറ്റ് എനിക്ക് കോഫി മാസ്റ്റർ. അനു, നീ നിന്റെ മാജിക്കിലൂടെ ഒരു കോഫി ഉണ്ടാക്കി കൊടുത്തേ. ആ മാജിക് ഇപ്പൊ ഇവിടെ വർക്കാവില്ല. നിനക്കായിട്ട് മാത്രം ഒരു കോഫി ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. മന്ദായിന് ചേട്ടത്തി തരണ്ടേ? അപ്പൊ എനിക്ക് കോഫി കിട്ടില്ലേ? നീ ടെൻഷൻ ആവാതെ നിനക്കൊരു കോഫി കിട്ടിയാ പോരെ? താങ്ക്സ്. വൃന്ദ, ഇത് നിനക്ക് കിട്ടിയ കോഫിയല്ലേ? അതെ, ഞാൻ കുടിച്ചില്ല. വേറെ ചോദിച്ചിട്ട് ചേട്ടത്തി തന്നില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ എന്റെ കോഫി ഇവന് വേണ്ടി കൊണ്ടുവന്നേ. അല്ല, അപ്പോ വൃന്ദ കോഫി കുടിച്ചില്ലേ? ഞാനിത് പകുതി കുടിച്ചു പോയല്ലോ. ഒരു കാര്യം ചെയ്യ്, താൻ കുടിച്ചോ. ഒരാള് കുടിച്ചതിന്റെ ബാക്കി കുടിക്കുന്ന ആളല്ല ഞാൻ. ഒരു കോഫി കിട്ടിയപ്പോ അതെങ്ങനെ കിട്ടിയെന്ന് പോലും ചോദിക്കാതെ ഒരൊറ്റ കുടിയല്ലായിരുന്നോ? ഇവന് ഫുഡിനോട് ഭയങ്കര ആർത്തിയാ. ഡാ, ഇത്ര ആർത്തി വേണ്ട, പയ്യെ. അയ്യോ, ആരായി പറയുന്നേ? നീ പൊടി. അല്ല, ഇതിനിപ്പോ എന്ത് ചെയ്യും? അയ്യോ, വെറുതെ ഷോ കാണിക്കാതെ കുടിക്കടാ. അയ്യോ, നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് ഞങ്ങളെ നോക്കുന്നേ? അല്ല, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ദൈവമേ, അടുത്ത ഊര കൊടുക്കായോ? എന്താടാ പ്രശ്നം? ഞാനത് പറയുമ്പോ നിങ്ങളെല്ലാരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യരുത്. നീ ഞങ്ങളെ ടെൻഷൻ എടുക്കാതെ കാര്യം എന്തെന്ന് പറ. പറയാം. ഹലോ. ഗുഡ് മോർണിംഗ് സർ. ഒരു പ്രശ്നം പറയാൻ വിളിച്ചതാ. റോസ്മേരി ഹൗസില് രാവിലെ തന്നെ പ്രശ്നമാണോ? എന്താ പ്രശ്നം? ഹോസ്റ്റലിന്റെ പുറകുവശത്തുനിന്ന് പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു പേഴ്സും ATM കാർഡും കിട്ടിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനൊരു സംഗതി കിട്ടുമ്പോ അത് പോലീസിനെ ഏൽപ്പിക്കണമല്ലോ. മാഡം, ഈ നിസ്സാര കാര്യത്തിന് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാ പോരെ? സാറിനെ തന്നെ വിളിച്ചതിൽ കാരണമുണ്ട്. ഇവിടെ ബോധപൂർവം ചിലര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേഴ്സും ATM കാർഡും ആരുടേതാണെന്ന് കണ്ടെത്താൻ പോലീസിന്റെ സഹായം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരുത്തം മതില് ചാടി ഇതിനകത്ത് കയറിയതുകൊണ്ടാണല്ലോ അവന്റെ പേഴ്സും ATM കാർഡും ഇവിടുന്ന് കിട്ടിയത്. മുമ്പ് അവിടെ ആരെങ്കിലും മതിൽ ചാടി വന്നതായിട്ട് അറിയോ? അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ATM കാർഡിൽ ഒരു പേര് കാണുമല്ലോ, ആരുടെ പേരിലാ കാർഡ്? കാർഡില് പേരില്ല, കുറെ കോഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബാങ്ക് നൽകിയ ഇൻസ്റ്റന്റ് കാർഡായിരിക്കും. അത് ഈ സാധനങ്ങൾ സാറിനെ ഏൽപ്പിക്കണമെന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഈ നിസ്സാര കാര്യത്തിന് ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഫോണിൽ വന്നുകൊണ്ടിരിക്കുക. പ്ലീസ് സർ, ഇക്കാര്യത്തിൽ സാറിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. മാഡം, ഒരു വനിതാ ഹോസ്റ്റലിലേക്ക് എപ്പോഴും ഒരു പോലീസ് വാഹനം വന്ന് കയറിയ അത് നിങ്ങളുടെ സ്ഥാപനത്തിനൊരു മോശപ്പേരുണ്ടാക്കില്ലേ? എന്തായാലും പോലീസിനെ അങ്ങോട്ട് അയക്കാൻ കഴിയില്ല. ആ പേഴ്സ് ATM കാർഡുമായിട്ട് മാഡന്റെ ഓഫീസിലേക്ക് വരും. നമുക്ക് ആളെ കണ്ടെത്താം. ഓക്കെ? ശരി സർ, ഞാൻ വരാം.
താങ്ക് യു.